ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. സോ ഇന്ന് മൈക്കിമുത്തിൻ്റെ ബർത്ത്ഡേ ഡിന്നറാണ്. സോ തമിഴിൽ ഞാൻ എഡിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എഡിറ്റ് ചെയ്യാൻ സമയമൊന്നും കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം ഇപ്പോൾ 6:12 അവർ 6:30 വന്നിട്ട് എന്നെ പിക്ക് ചെയ്യും. എന്നെ പിക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഓക്ലോണിലുള്ള ഊസ് ഡാം എന്ന് പറഞ്ഞ പ്ലേസിലാണ് പോകുന്നത്. സോ ഞാൻ സ്പ്രേ അടിക്കാൻ മറന്നു പോയി. കമ്മോൺ ഗൈസ്, സ്പ്രേ അടിച്ചിട്ട് വരാം. എവിടെ പോവാണെങ്കിലും പെർഫ്യൂം മുക്കിപ്പിച്ചില്ലേ. സോ ഇന്ന് ഞാൻ ഏതടിക്കും എനിക്കറിയാലോ. എൻ്റെ പെർഫ്യൂം കളക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. കുറേ പേര് ചോദിച്ചിരുന്നു, ഈ ലൈറ്റിംഗ് ഒന്നും ഇത്ര സെറ്റല്ല, ഇങ്ങനെ പിടിച്ചാലേ ലൈറ്റിംഗ് സെറ്റുള്ളൂ. സാരില്ല, നിങ്ങൾ അത്രയും ഭംഗിയിൽ എന്നെ കണ്ടാൽ മതി. ഈ എൻ്റെ മുറിയൊക്കെ അലങ്കോലമാണ് കേട്ടോ, മൈൻഡ് ചെയ്യണ്ട. സോ എനിവേ, നമ്മൾ ഇന്നൊരു പെർഫ്യൂം സെലക്ട് ചെയ്യാം. നല്ലൊരു ദിവസമല്ലേ, ഞാൻ ക്ലോയി അടിക്കാം. ഞാൻ ക്ലോയി ലാസ്റ്റ് നാട്ടി വെച്ചിട്ട് അടിച്ചത്. ആ ക്ലോയി പൊട്ടിപ്പോയി, ലഗേജിൽ പൊട്ടിപ്പോയി. ബട്ട് നാട്ടിലോട്ട് പോകുമ്പോഴെങ്ങാണ്ടാണ് ഞാൻ ലാസ്റ്റ് ക്ലോയി അടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലോയി അടിച്ചിട്ടില്ല. കണ്ടോ, അതെൻ്റെ ഫാനിൻ്റെ മേളിൽ ഞാൻ എൻ്റെ ടവലൊക്കെ തൂക്കിയിട്ടേക്കുന്നത്. ദൈവമേ, എന്തൊരു നാണക്കേടാ ദൈവമേ. ഇങ്ങനെയൊന്നും അല്ല, ഇത് നടിക്കട്ടെ. ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കായിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അടിക്കാം. ഓക്കെ, ബാക്ക് ടു സ്പാട്ട്. ഇത് ഞാൻ എൻ്റെ കബോർഡിനകത്ത് നിങ്ങളെ അതൊക്കെ എൻ്റെ ഹെയർ സെറമൊക്കെയാണ്. സോ ദിസ് ഇസ് ദ ഔട്ട്ഫിറ്റ്. ഞാൻ പറ്റുവാണെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ഫുൾ അടുപ്പിക്കാം. എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് കിട്ടുന്നില്ല. ബട്ട് ഇതാണ് ഔട്ട്ഫിറ്റ്. ഞാൻ അതിന് മാച്ച് ചെയ്യുന്ന കമ്മലൊക്കെ ഒരു പ്രകാരത്തിലേക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. സോ ഇറ്റ്സ് മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു 15th. അതുപോലെ മൈക്കിളിൻ്റെ ബർത്ത്ഡേ ഇന്നാണ് 18th. സോ രണ്ടിനും കൂടെ ഒന്നിച്ച് ഊസ് ഡാമിലാണ് ഞങ്ങൾ പോകുന്നത്. സോ ദിസ് ഇസ് ക്ലോയി. ഒരു അടിപൊളി പെർഫ്യൂം ആട്ടോ, ഭയങ്കര നല്ല യുണീക്ക് സെൻറ്റാണ് ഭയങ്കര. ഞാൻ ഈ ക്ലോയി മേടിച്ചത് ഐ തിങ്ക് അപർണ തോമസിൻ്റെ പെർഫ്യൂം കളക്ഷൻ വീഡിയോ, ഐ ലൈക്ക് ഹർ പെർഫ്യൂം കളക്ഷൻ വീഡിയോ. സോ അതിൽ നിന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ മേടിച്ചതാണ് ക്ലോയി. സോ 2 അടി മതി എന്നൊക്കെ എന്നോട് പറയരുത്. ഇതൊന്നും ഇവിടെ നടപ്പുള്ള കാര്യമല്ല. ഇവിടെയും കൂടെ വെച്ചിട്ട് smells so good. Yeah, so I think something really important in presentation is how you smell, and so I'm really into perfumes and body creams and nice smelling shower gels, and അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് എനിവേ, ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടൈം വേസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻ എ ഫ്യൂ മിനിറ്റ്സ് അവർ വരും. സോ റെഡി ആയിട്ട് പോകാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൈ വഴക്കൊണ്ട് വെച്ചു. എനിവേ, ഞാൻ റെഡി ആയിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഇൻട്രോ പോലെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പിന്നെ അവരെ കാണിക്കാം. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് വലിയ ട്രിപ്പിലൊക്കെ വരും എന്നൊക്കെ അവൻ പറഞ്ഞേക്കുന്നത്. സോ സി ഒരു വേഴ്സ് മിക്കവാറും ഞാൻ മേടിച്ചു കൊടുത്ത പോലെ ഡ്രസ്സായിരിക്കും ഇടാൻ പോകുന്നത്. ഞാൻ മേടിച്ചു കൊടുക്കുന്ന ഡ്രസ്സാണ് അവന് ഫാഷനബിൾ ആയിട്ടൊക്കെ തോന്നാറില്ല. എനിക്ക് കുറച്ച് പിള്ളേരുടെയൊക്കെ കുറച്ച് ടേസ്റ്റൊക്കെ എനിക്കറിയാം. സോ അതൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും വരുന്നത്. സോ എന്തായാലും നമുക്ക് ഒന്ന് പോയി കാണാം. ഓക്കെ, ഒന്ന് പോയി കാണാനല്ല, നമുക്ക് ഉറങ്ങാൻ സമയമായി. ഷൂ ഒക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് പേഴ്സ് കിട്ടട്ടെ. ദിസ് ഇസ് മൈ മേക്കപ്പ് ലുക്ക്. അപ്പം ഇത് സിമ്പിൾ മേക്കപ്പാണ് സാധാരണ എപ്പോഴും ഇടുന്നത്. ജസ്റ്റ് കൺസീലറൊക്കെ ഇട്ട് ഫൗണ്ടേഷൻ ഒന്നും ഇടത്തില്ല. ഒരു ന്യൂഡ് ലിപ്പ്, പിന്നെ ലാഷസ്. ഓൾവേസ് ലാഷസ് ഇടും. സോ അതാണ് എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ചേട്ടൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ ചേട്ടനൊന്നും ഓവർ മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല. അപ്പം വഴക്ക് പറയത്തില്ല. പണ്ടൊക്കെ വഴക്ക് പറയായിരുന്നു, ഇപ്പം വഴക്ക് പറയത്തില്ല. പക്ഷെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, അങ്ങനെ നോക്കാം. അപ്പം ആ നോട്ടം കിട്ടണ്ടാത്തതുകൊണ്ട്, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇപ്പം പ്രായം കൂടുന്തോറും നമുക്ക് കുറച്ചുകൂടി ഒരു നാച്ചുറൽ സിമ്പിൾ സോഫ്റ്റ് ലുക്കാണ് താല്പര്യം. ഐ ഗസ് പ്രായം കൂടുക എന്നൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുക. കർത്താവ് എൻ്റെ ഡിമാൻഡ് മുഴുവൻ ഇടിയുള്ളൂ ദൈവം ഈ വ്ളോഗ് ഇറങ്ങിക്കഴിഞ്ഞിട്ട്. ബട്ട് എനിവേ, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് സാധാരണ എനിക്ക് എങ്ങനെ വന്നാലും ഒരു 10K 20K 30K ഒക്കെ സിമ്പിളായിട്ട് വ്യൂസ് കിട്ടുന്ന. ഞാൻ ഓർത്തില്ല യൂട്യൂബിൽ കയറുമ്പം ഞാൻ വീണ്ടും ഈ ബേസ് വീണ്ടും ഉണ്ടാക്കിയെടുക്കണമെന്ന്. 1000 വ്യൂ ഒക്കെ എൻ്റെ ഒരു വ്ളോഗിന് കിട്ടുന്ന. കഴിഞ്ഞ വ്ളോഗിലേക്ക് 500 വ്യൂ ഒക്കെ. നിങ്ങൾക്കൊന്ന് ഉത്സാഹിച്ചാലേ ഉള്ളൂ എനിക്കൊരു കിട്ടുള്ളൂ. പ്ലീസ് നിങ്ങൾക്കൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ അവർ ഈ വീഡിയോ ചുമ്മാ കണ്ടിട്ട് പോകുന്നുണ്ട്. അതൊക്കെ എനിക്ക് കാണാൻ പറ്റും കേട്ടോ. യൂട്യൂബിൻ്റെ അനലറ്റിക്സിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ വളരെ പെയിൻഫുൾ ആണ്. സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കിയാൽ എന്താണ് അല്ലെ സബ്സ്ക്രൈബർ. എനിക്ക് കുഴപ്പമില്ലാതുണ്ട്. ഇപ്പം കുറച്ചും കൂടെ എനിക്ക് വ്ളോഗൊക്കെ എടുക്കുന്ന എങ്ങനെയാണെന്നും പിടിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്തായാലും ഇന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നന്നായിട്ട് നല്ല കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് നമ്മുടെ പുതിയ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. ചേട്ടനൊക്കെ കോമഡിയാണ്. അവരൊക്കെ സോഷ്യലി വെരി ഓക്വേർഡ്, അല്ലെങ്കിൽ വെരി ഇൻട്രോവേർട്ടഡാ. എന്നെ പോലെ അല്ല ആരും. സോ എൻ്റെ ഒരു ഇത് പ്രതീക്ഷിക്കരുത്. അവരെ കുറച്ച് ചില്ലായിട്ടുള്ള ആൾക്കാരാണ്. സോ എന്തായാലും എല്ലാവരും പരിചയപ്പെടുത്തി തരാം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഞാൻ ഈ സിമ്പിൾ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിലേ, ഞാൻ പിന്നെ കണ്ണാടിയിലൊന്നും നോക്കിയപ്പോഴത്തേനും ചുണ്ടിനൊരു കളറ് പോരാ. അപ്പം നമ്മുടെ ഞാൻ സ്റ്റോറിയിൽ ഷെയർ ചെയ്തായിരുന്നു എൻ്റെ പുതിയ ക്രയോലൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ജോലിയിലോട്ട് വന്നിട്ടുണ്ട് പോയായിരുന്നു. പക്ഷെ പുതുതാണെന്നുള്ളൊരു ഊഷ്മളതയിൽ നമുക്കൊന്നിട്ട് നോക്കാം. കണ്ടോ, ASMR വേണോ? ഇതെൻ്റെ പുതിയ ലിപ്സ്റ്റിക്കാണ്. ഇതൊക്കെ കുറച്ച് ഇടിവിട്ട് പിങ്കാം. പക്ഷെ ഞാനങ്ങനെ
കട്ടിയിൽ അങ്ങനെ ലിപ്സ്റ്റിക് ഇടത്തില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഡാവ് ചെയ്ത് കിടത്തിട്ട് കൊള്ളാല്ലേ? കൊള്ളാം. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. ഇതും ബാഗിലിട്ടുണ്ട് പോകാം. കാരണം നമ്മൾ കഴിക്കുമ്പം രാവിലെ കഴിക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് കഴിക്കുമ്പോഴത്തേനും എല്ലാം പോകും. സോ ഇതൊക്കെ വെക്കാം. കുറേയൊക്കെ ഞാൻ ക്രോപ്പ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിടുമ്പം. കാരണം അല്ലെങ്കിൽ എൻ്റെ വളവള ബൈ ഗൈസ്, നിങ്ങൾ ചിന്തിക്കരുത് കർത്താവ് ഇവൾ എന്തൊരു വർത്താനം, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഇങ്ങനെയാണ് വർത്താനം പറയുന്നത്. അപ്പം എന്നോട് ഇങ്ങനെ വ്ളോഗ് കണ്ടവരൊക്കെ പറഞ്ഞോടി നിനക്കൊരു ക്യാമറ ഷയ്യും ഇല്ലല്ലേ, ഇങ്ങനെ ക്യാമറയുടെ മുന്നിലും ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത്? സാധാരണ ആൾക്കാർ ബിഗിനിങ്ങിലൊക്കെ ഒരു ഓക്വേർഡ് ആയിട്ടുള്ളൊരു ബിഗിനിങ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. എനിക്കതില്ല. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സംസാര രീതിയൊക്കെ, ഇങ്ങനെയാണ് എൻ്റെ വർത്തമാനവും വേഷഭൂഷാദിയും. ഇങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോട്ടയം ഭാഷ കയറി വരും. അതൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള മമ്മിയൊക്കെ ഇതിനേക്കാളും കൂടുതൽ കോട്ടയം ഭാഷയാണ്. എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, അതെന്നാന്ന് വെച്ചാലേ അതിങ്ങനെ മന എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി മിണ്ടുന്നത്. സോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതാണ് കുറേയൊക്കെ. പിന്നെ എനിക്കറിയത്തില്ല, നാച്ചുറലി അങ്ങനെ വരുന്നതാണ്. സോ അത് കോട്ടയം ഭാഷ മനഃപൂർവ്വം ഇറക്കാൻ നോക്കുന്നതാണ്. ഇവിടെ അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എൻ്റെ വീട്ടിൽ തന്നെയും മലയാളമാണ് എല്ലാവരും മിണ്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഇസ് നോ പ്രോബ്ലം, മലയാളം ഇസ് നോ പ്രോബ്ലം, എവറിത്തിങ് ഇസ് ലൈക്ക് ഈ 2 ലാംഗ്വേജിൽ മാത്രം ഞാൻ ഒടുക്കത്തെ ഫ്ലുവൻ്റാണ്. സോ ആരും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കണ്ട. ഇവള് മലയാളം നെഗ് കമൻറ്റ്സ് എനിക്കിപ്പോൾ ഇതുവരെ കിട്ടിയില്ല കേട്ടോ. നെഗ് കമൻറ്റ്സ് ഒന്നും വന്നില്ല. ചക്കര മുത്തുകളാണ് നിങ്ങളെല്ലാവരും. പക്ഷേ നെഗ് കമൻറ്റ്സ് നമുക്ക് വേണ്ട ഗൈസ്. നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല നെഗ് കമൻറ്റ്സിൻ്റെ കാര്യത്തിൽ. നെഗറ്റീവ് കമൻറ്റ്സ് വി ഡോണ്ട് വാണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇടുന്നില്ല. പക്ഷെ എന്നാലും മുന്നോട്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഗായ്സ്, വണ്ടി കയറിയപ്പോഴത്തേനും എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫോണിലെ ഡയറക്ഷൻ ഇട്ടോണ്ടിരുന്നത്. ബട്ട് ഇതാണ് വൂസ് റാമൻ ആൻഡ് ദിസ് ഇസ് ദ ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ വന്നേ, ദിസ് ഇസ് ദ ബർത്ത്ഡേ ബോയ്. ട്രിപ്പ് ഷൂ ഒക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഞാൻ മേടിച്ചു കൊടുത്ത ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്ന മമ്മി മുന്നേ പോയി. മമ്മിക്ക് നാണാം. മമ്മി ഇങ്ങനെ ഓടിപ്പോകുന്ന ചെറിയൊരു സാധനം ഉണ്ടല്ലോ, അതാ. എൻ്റെ ചേട്ടന് വരാൻ പറ്റിയില്ല. അവന് പാട്ട് പ്രാക്ടീസോ എന്തോ ആയിരുന്നു. സോ ദിസ് ടൈം ഇസ് ഗോണ ബി ദ 3 of them. ബട്ട് ഇനി ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഈ നാണം കെട്ടുകളൊന്നും മിണ്ടിയല്ലേ വ്ളോഗില്. ഞാൻ മാത്രം എങ്ങോട്ടേ പോണേ മമ്മി, എങ്ങോട്ടേ പോണേ? സോ ഗായ്സ്, നമ്മളിവിടെ എത്തി. നമ്മൾ മേടിക്കാൻ പോകുന്നത്, ഞാൻ ഇവിടുന്ന് ആകപ്പാടെ കഴിച്ചിട്ടുള്ള സ്പൈസി മീസോ റാമൻ, അതെൻ്റെ ഫേവറേറ്റ്. ഇവർ രണ്ടുപേരും ഇതുവരെ അത് ഇവിടുന്ന് കഴിച്ചിട്ടില്ല. സോ ഇവർക്കത് മേടിച്ചു കൊടുക്കാൻ പോകുന്നു. പിന്നെ ഇതിന് ഓറിയോടൊരു ബോബയും കൂടെ മേടിച്ചു കൊടുക്കും. ആൻഡ് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് സാധനം വരുമ്പോഴത്തേനും കാണിച്ചു തരാം. മുടിയുടെ സൈഡൊക്കെ കാണിച്ചോളൂ. മുടിയുടെ സൈഡ് കാണിക്കാൻ അല്ല, ഹെയർ കട്ട് കാണിക്കാനാ. ഇത് ഞാൻ മേടിച്ചു കൊടുത്ത ഷൂ ആണ് ഗൈസ്. കാല് പുറത്തോട്ട് വെക്കോളൂ. ദിസ് ഇസ് മമ്മി ക്യാമറ ഷൈ ആണ്. ഇത്രയും കുലീനമായ ചിരി വീട്ടിൽ ഇത്രയും കുലീനമായ ചിരി നമ്മൾ കാണാറില്ലല്ലോ ഗൈസ്. അപ്പൊ അത് സീവീഡ്, കറുത്ത പേപ്പർ ഒന്നും അല്ല മമ്മി, അത് സീവീഡാ ഗൈസ്. നമ്മുടെ രാമൻ വന്നു. നീ ഒരു ക്ലോസ് അപ്പ് സൂം എടുത്തോളൂ രാമൻ്റെ ഒക്കെ. അവര് ഞാൻ എക്സ്ട്രാ പോർക്ക് ശാഷം ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അവരത് മറന്നുപോയി. അവരിപ്പോൾ എടുത്തോണ്ട് വരും. കാരണം ഇവിടെ എല്ലാവരും നോൺ വെജ് പ്രേമികളും ഞങ്ങൾക്ക് നോമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിപ്പോൾ വരും. ബട്ട് ഞങ്ങൾക്ക് എൻ്റെ മണം കിട്ടിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ അവൾ വേഗം കുട്ടിക്കേട്ടെ. ഓക്കെ ബൈ. സ്പൂണും ഫോർക്കൊക്കെ എടുത്തോണ്ട് വരണം. ഞാൻ എടുത്തോണ്ട് വരാം. അവർ എക്സ്ട്രാ പോർക്ക് ശാഷം എടുത്തോണ്ട് വരട്ടെ. ഞാൻ എടുത്തോണ്ട് വരാം. വന്നു കഴിഞ്ഞിട്ട് പിന്നെ വർത്താനം ഒന്നും ഇല്ല. സ്ഥിതിക്ക് ഇനിയിപ്പോൾ കഴിക്കുക. ഇട്ട് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ കഴിക്കുക. നീ ഫോർക്ക് എടുത്തോണ്ട് വരുന്നില്ലേ? സ്പൂൺ എടുത്തോണ്ട് വരുന്നില്ലേ? അല്ല വേഗം എടുത്തോണ്ട് വാ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എക്സ്ട്രാ പോർക്ക് ചാഷു. കാരണം ഞങ്ങളെല്ലാവരും പെരുവയറിൻ്റെ ആൾക്കാരാണ്. ഹി ലൈക്സ് ഇറ്റ്. ഇത് അവൻ്റെ ബോബ സ്പെഷ്യൽ ബർത്ത്ഡേ ബോയ് വിത്ത് ബർത്ത്ഡേ ബോബ. ടൈം ടു. ഞങ്ങളെല്ലാവരും ഫോർക്ക് ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. ബട്ട് ഇനിയിപ്പോൾ നിങ്ങളോടൊക്കെ പിന്നെ സംസാരിക്കാം. ഞങ്ങൾ ഇതൊക്കെ തട്ടട്ടെ. ഇവരെങ്ങനെയാണെന്നറിയോ, ഞങ്ങളുടെ അടുത്തുള്ള ഈ പാടത്ത് പണിയുന്നവരൊക്കെ അവർക്ക് കറിയൊന്നുമില്ല. അവരെന്നിട്ട് ചൂട് ചോറിൻ്റെ മുകളിലേക്ക് കുറേ മുളക് ഇങ്ങനെ പൊടിച്ചത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ ഉപ്പുപൊടിയും വിതറും. എന്നിട്ട് അതാ അവരുടെ. അമ്മച്ചിക്ക് അങ്ങനെയായിരുന്നു ഒഴിക്കുന്നത്.
അമ്മയല്ല, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പാടത്ത് പണിയാൻ വരുന്ന പെണ്ണുങ്ങളൊക്കെ. അവർ അന്നേരം നല്ല ടേസ്റ്റാണ്. ചൂട് ചോറും വെളിച്ചെണ്ണയും മീൻ. അന്ന് ഗതികേടും കറിയില്ലാത്തതുകൊണ്ട് ഇന്ന് കാശ് കൊടുത്താൽ സാധനം എടുത്തു. ഇന്നവിടെ മുളക് പൊടിച്ചിൻ്റെ ഫ്ലേവർ, മുളക് പൊടിച്ചതിൻ്റെ ഫ്ലേവറാണ് മമ്മിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതെ, എണ്ണയ്ക്കകത്ത് മുളകിൻ്റെ ഫ്ലേക്സ് ഇട്ടപ്പോൾ അതേ ഫ്ലേവറാണ് വരുന്നത്. എൻ്റെ ഒരു രാമൻ മാത്രം അനങ്ങിയിട്ടില്ല. പക്ഷെ ഇതെന്തിനാ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്താ ഇത്? അയ്യേ, സീവീഡ് ആദ്യമായിട്ടാണ് മമ്മി കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ കഴിച്ചൊന്ന് നോക്കി വെരിഫൈ ചെയ്തിട്ടാണ് മമ്മി ഇത് കഴിച്ചു പറക്കെടുത്തങ്ങ് തിന്നാ മതി. ചത്തൊന്നും പോകത്തൊന്നുമില്ല. പേപ്പറാണോ അത് കൈ വെച്ച് പറക്കിയെടുക്കുന്നത്? അതിപ്പോൾ ഫോർക്കിൽ വെച്ച് എടുത്താൽ പോരാ. അമ്മേ ആ തിന്നെ ഇറച്ചിക്കറിക്കകത്ത് ഉണക്കമീൻ കൊണ്ട് ഇട്ട പോലെ ഉണ്ടെന്ന്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. എൻ്റെ വേറെ പറഞ്ഞെങ്കിലും അതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അത് വെക്കുന്നത്? സാധനം ഇഷ്ടപ്പെട്ടോ? അതെനിക്ക് കുറച്ച് കുടിച്ചോ. ഞാൻ ഒരു വെള്ളം അമേരിക്കൻ ഇന്ത്യൻസ് ആണോ? എത്ര ഡീസൻ്റ് ആ ശ്രമിച്ചാലും നിൻ്റെ അമ്മയല്ലേ? നിന്നെക്കാരും വലിയ ഡീസൻ്റ് ഒക്കെ എങ്ങനെയാണ്? ചെറിയ രീതിയിലൊരു മാച്ച് വേണ്ടേ നമ്മൾ? ഇവന് വയർ പൊട്ടിയിടി. ഇതെല്ലാം ഞാൻ പാഴ്സൽ കൊണ്ടുപോകും. നാളെ തിന്നാലോ. അവർ തരുമോ? പിന്നെ കൊച്ചിൻ്റെ മമ്മയും ചേച്ചി രണ്ടാം രണ്ട് കൊച്ചു കഴിക്കും. അതിന് വേറൊരു വെള്ളം ഇല്ല ഇവിടെ. വെള്ളം കുടിച്ച പോലെ അതിന്റെ പകുതി തീർന്നു. കൊള്ളാല്ലേ? ഇളക്കിയിട്ട് കുടിക്കുമ്പോ അതിന്റെ ആ ഒരു ശർക്കര പോലത്തെ താഴെ കിടക്കുന്ന സാധനം മര്യാദക്ക് വെള്ളം കുടിച്ച് അവിടെ ഇരുന്നു. ലെമണുള്ള വെള്ളം, സ്പെഷ്യൽ വെള്ളം പോയി കുടിച്ചു. മമ്മീൻ്റെ ഒക്കെ കളക്ഷനുള്ള മനുഷ്യർക്ക് അത് ടൈഗർ ടീ ലാറ്റയാ. അപ്പൊ അതിനകത്ത് ചായപ്പൊടി അവരിടുന്നുണ്ട്. നീ കുടിച്ച് നോക്കിയില്ല ഇതുവരെ? നീ ട്രൈ ചെയ്യടാ. ഞാൻ ഇതിന്റെ ഫ്ലേവർ ചായയാണ് ഞാൻ കുടിച്ചോളാം. വേണേ മമ്മി പറയണത്. ഞാൻ തിന്നുവാ. മമ്മി ആദ്യം ഇവൻ തിന്ന് എടുത്തിട്ട് വേണം ഇവനൊന്ന് ട്രൈ ചെയ്തിട്ട് ഇനി അടുത്ത ട്രൈക്ക് പോവാൻ. വയറ് നിറഞ്ഞ് പൊട്ടിയെങ്കിലും കണ്ണ് മുഴുവൻ ഞാൻ പോവക്കിട്ട. നീ കുടിച്ചു നോക്ക്. നീ നിന്റെ ഇത് പറഞ്ഞേ. നീ കുടിച്ചില്ലല്ലോ ഇതുവരെ. എനിക്കറിയാലോ. പക്ഷെ അത് ഇതല്ല, ഇത് ടൈഗർ ടീ ബോബയാ. ചായയുടെ ചുവയാണ് ഗുണമില്ലല്ലേ? മമ്മി വേണേ തിന്നോളാം. ചായ ചായ കാരണം കൊച്ചിന് ഇഷ്ടമില്ലേ? അടിക്കണ പാട്ട് പോവാം. എന്നെ മമ്മിക്ക് സുഖമാണ്. മനുഷ്യന്റെ എല്ലാം കിടന്നെടുക്കാന്ന് പോകും. എന്റെ വ്ളോഗ് കാണാൻ വരുന്നത് എന്റെ സൗന്ദര്യമുള്ള മുഖം കാണാൻ വേണ്ടിയാ വരുന്നത്. ഈ രണ്ട് ഉണക്കേനെയാ മെയിൻ ആയിട്ട് ഈ വ്ളോഗിനകത്ത് ഫുള്ള് കാണുന്നത്. അമ്മേ ഓ, ഇത് ഇത്ര ആക്കിയത് ഇവൻ മാത്രം. മമ്മിയുടെ അവിടെ ഒയാസസ് പോലിരിക്കുന്ന ചാഷ് തൊട്ടിട്ടില്ല. പണ്ടത്തെ ആൾക്കാർ കഞ്ഞി മോന്തെന്ന് എനിക്ക് എന്റെ താണ്ട് ഇങ്ങനെ ഇരിക്കുക പുതിയതുപോലെ. ഇതിന്റെ just 36. Yeah, so young. She's 36 and he's 16. 80 years ago. 80 years ago young. WHO ആണോ പറഞ്ഞത്? ആ പറഞ്ഞവന്റെ ആണം പോലെ അടിച്ച് തീർപ്പിക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ രാമനൊക്കെ കഴിച്ചിട്ട് ഇവർ തിരിച്ച് എങ്ങോട്ടേക്ക് പോണേ. രാമനൊക്കെ കഴിച്ചിട്ട് ഇവർ തിരിച്ച് വന്നു. സോ മമ്മീൻ്റെയും കൂടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 15th മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ മമ്മിക്ക് ഞാൻ മേടിച്ച ഗിഫ്റ്റാണ് ഡബിളൊക്കെ. കാരണം എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴാണ് പിന്നെ ഒത്തുകൂടുന്നത്. സോ മമ്മീനെ കൊണ്ട് എനിക്ക് ഇത് റാപ്പ് ചെയ്യാൻ ഭയങ്കര വലുതായിട്ട് റാപ്പ് ചെയ്യാൻ പറ്റില്ല. മമ്മിക്ക് എക്സൈറ്റ്മെൻറ്റ് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പൊട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് അൺബോക്സിങ് ഓഫ് മമ്മീസ് 36th ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെനിക്ക് മറ്റേ ബെന്നൊക്കെ മേടിച്ചു തന്ന പെർഫ്യൂമിന്റെ പെട്ടിയാ. ഞാൻ കാണിച്ചു തരാം. മുറിയിലോട്ട് പോകും. എന്തായിരിക്കും ബിക്കോസ് മമ്മിക്ക് നാട്ടിൽ പോകുമ്പം ഒരിക്കലും നല്ലൊരു പെട്ടിയില്ല. ഈ വീട്ടിൽ എനിക്ക് മാത്രമാണ്
നല്ലൊരു പെട്ടിയുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് പെട്ടി കടം മേടിച്ചിട്ടാണ് ചിലപ്പോൾ നാട്ടിൽ പോകുന്നത്. സോ ഐ ഗോട്ട് ഹെർ എ വെരി നൈസ് സ്റ്റഡി. വലിച്ച് പുറത്തിറക്ക്, മസിലൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കുക. OR നേഴ്സല്ലേ. നല്ലൊരു ഇടിവിട്ട് പെട്ടി ആണ് നമ്മൾ മേടിച്ചത്. ലൈറ്റ് കളേഴ്സ് ഞാൻ ആദ്യം മേടിക്കാൻ വിചാരിച്ചു, പക്ഷെ പിന്നെ ചെളിയായ പെട്ടെന്ന് അറിയില്ലെന്ന് വിചാരിച്ചാൽ ഞാനിത് ഗ്രേ. ഇവിടെ സഹായിക്കണം എൻ്റെ അവനെ. ഞാൻ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഇനി സഹായിക്കാൻ. എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഇന്നുണ്ടോ അതിനകത്ത്? മമ്മിയെ You see, it's nice. Unpack it, man. What do you want? കാരണം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെയിറ്റ് ഉണ്ടായാൽ നമ്മുടെ സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല as much. For your next India trip. ഒരു സാധനം എടുക്കാൻ അറിയാൻ മേല. ഓക്കെ, എടുത്തു. പിടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. അവന്റെ ബോഡി റിവീൽ ഇപ്പൊ വേണ്ട. അയ്യോ, അവന്റെ സ്ട്രക്ചർ ആരും കാണരുതെന്ന് അവൻ പറയുന്നത്. നല്ല ഷോർട്ടാണ്, പക്ഷെ ഇപ്പൊ എന്തിനാ? എടാ, ഇത്രയും സോഫ കിടന്നിട്ട് നീ ആ അറ്റത്താണോ പോയി കിടക്കുന്നത്? അതെ. This was my birthday gift for him. Drip. ഏതായിരുന്നു മോഡല്? റെട്രോ, OG റെട്രോ, ബ്ലാക്ക് സിമെന്റ്. ബ്ലാക്ക് സിമെന്റ്. അത് അവൻ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകം തപ്പി കണ്ടുപിടിച്ച് അവന് മേടിച്ചു കൊടുത്തു. പക്ഷേ അവന്റെ സെക്കൻഡ് ചോയ്സ് ആണ്, ഞാൻ ബാക്കപ്പ് ആയിട്ട് മേടിച്ചതാണ്. പക്ഷെ കാണാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ. മമ്മിക്ക് അത് ഇഷ്ടപ്പെട്ടെ? മറ്റേതല്ലേ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ? രണ്ടും നല്ലതാണ്. ആരും കട്ടുകൊണ്ട് പോകരുത്, കാല് പിടിക്കാം. എന്റെ പേഴ്സിൽ ഇപ്പൊ തുള മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ഈ പണ്ടാരെല്ലാം മേടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം വരെ ഇനി വാ തുറക്കരുത്. ഇനി എന്നാ? ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഈസ്റ്റർ ഉണ്ട്. ന്യൂ ഇയർ നമ്മളത് ഫോർഗെറ്റ് ചെയ്തു. റിയാക്ഷൻ. മമ്മി ആദ്യമായിട്ടാണ് എന്റെ മുറിയിൽ എന്റെ ഒരുക്ക ടേബിൾ കാണുന്നത്. സോ എന്റെ ദൈവമേ, വള സ്റ്റാൻഡൊക്കെ നോക്കാം. അപ്പുറത്തൊരു വള സ്റ്റാൻഡൊക്കെ ഉണ്ട്. എന്റെ മൊത്തം മലയാളി ഇതല്ലേ, ഞാൻ ചുമ്മാ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഇത്രയും. നീ വലിയ ബുദ്ധിയില്ലാത്ത ഒരാളാ. കാരണം ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് വിൽക്കാൻ പറ്റേ. അയ്യടാ മോനെ, എന്റെ അനുയായികൾ വിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലും ഇത് ശ്രീധനായിട്ട് കൊടുക്കണ്ടോ? യാ, പെർഫ്യൂം കൺസോർ. കറക്കി നോക്കാം, അത് കറങ്ങും. എന്തായാലും ഒരു ഫേമസ് ആയിട്ടുള്ള മനുഷ്യനില്ലേ, അപ്പം എന്റെ പ്രൊഡക്ട്സ് ആന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടു. അപ്പൊ കാശുണ്ടാക്കാൻ പറ്റില്ലേ? ബർബറി, കോച്ച്, YSL, ഖയാലി, എലിസബത്ത് ഫിലിപ്പ് പെർഫ്യൂം ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. അത് അങ്ങനെ വെച്ചാ കിട്ടും. മോൺഗുയർലൻ പൗഡറോ? അല്ല, അത് മൊത്തം പെർഫ്യൂമാ. അതും പെർഫ്യൂമാ. ഇതെല്ലാം പെർഫ്യൂം എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര. ഇത് പെർഫ്യൂം ഒരിക്കലും ചീത്തയായി പോകത്തില്ലല്ലോ. ശ്രീധനായിട്ട് കൊണ്ടുപോകും. ശ്രീധനായിട്ട് നമുക്ക് കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പെർഫ്യൂം കൊടുക്കും. ചീത്തയാവത്തില്ല പെർഫ്യൂം. പിന്നെ അതെന്റെ വള സ്റ്റാൻഡ് ഒക്കെ കണ്ടോ? ചെറുപ്പം പോലെ എന്റെ ആഗ്രഹമായിരുന്നു വള സ്റ്റാൻഡ് വേണമെന്ന്. ഇത് കുപ്പിവള പ്രത്യേകം സ്റ്റാൻഡ്, അതും കുപ്പിവള സ്റ്റാൻഡ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു സാധനമുണ്ട് ഇതിങ്ങനെ വെക്കുന്നത്. ഇതിൽ തൂക്കിയിടും ഓർണമെന്റ് വളകളൊക്കെ. എനിക്കില്ലല്ലോ. അത് ക്ലമന്റ് ഒന്നും മേടിച്ചു തന്നൊരു വാടപ്പെട്ടിയാ. അതിനകത്ത് കമ്മലൊക്കെ ഇട്ട് വെക്കും. പിന്നെ ഇതൊക്കെ ഇത് കണ്ടോ, എന്റെ പെട്ടികൾ ഓഫ് കമ്മൽസ് ആൻഡ് അന്നയൊക്കെ വന്നപ്പോൾ ഇളക്കിയിട്ടാണ്ട് ഇതൊക്കെ എന്റെ തൂക്കി വെക്കുന്ന കമ്മലൊക്കെ ഇരിക്കുന്നത്. എവിടെയൊക്കെയോ കുറച്ചുകൂടി ഇരിപ്പുണ്ട്, പക്ഷെ അതെവിടെയാന്ന് എനിക്കറിയുന്നില്ല. ദൈവമേ, എന്തോ ഇതൊക്കെ നല്ലേ കർത്താവേ. പെർഫ്യൂം കട വന്ന പോലെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവും. എന്റെ ദൈവമേ, മതി. ഇരിക്കുന്ന പെർഫ്യൂം എനിക്ക് ഹന്നയും പെന്നും ഒക്കെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇപ്പൊ തന്നാ. മറ്റേ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ പേരെന്താണെന്നറിയോ? കിർക്ക്. അവൻ പറഞ്ഞു ഇത് കിർക്കാന്ന് പറയുമ്പോ ഞാൻ ആർക്കടാ കിർക്കെന്ന് ചോദിച്ചു. അത് മോൺഗുയർലൻ. മോൺഗുയർലൻ ഒരു ഗുഡ് ബ്രാൻഡാ. അതിന്റെ പ്രൊനൗൺസിയേഷൻ വലിക്ക്, ക്യാപ്പ് വലിക്ക്. നല്ല മണ. അടിച്ചു നോക്കിയേ. പൂക്കളുടെയൊക്കെ ഒരു പരിമളം. നല്ലല്ലേ? അത് വിൽക്കുമ്പോൾ മോസ്റ്റ് എൻ്റെ പെണ്ണുങ്ങടെയാ. ചിലത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പെർഫ്യൂം മേടിച്ചിട്ട് അത് ഇരാറാകുമ്പോൾ വെള്ളം കുലുക്കി കലക്കി ഉപയോഗിക്കുന്ന ഒരാള്. അത് കുലുക്കി അത് കംപ്ലീറ്റ് കളഞ്ഞേ ഉള്ളൂ. ഞാൻ വേറെ എണ്ണം മേടിച്ചു. അത് കേട്ട് ബോധം കെട്ടിരിക്കും. ഇപ്പം ഇത് കണ്ടിട്ട് ആദ്യമായിട്ട് ഇത് കാണുന്ന കളക്ഷൻ. എനിക്ക് അത്ര മേടിക്കുകയല്ലേ, മേടിക്കും പ്രാന്താവും. ഞാൻ മേടിക്കും. എനിക്ക് എൻ്റെ ഓരോ തവണ പുറത്ത് പോകുമ്പോഴും നല്ല പുതിയ സെലക്ട് ചെയ്യും. ഇന്ന് ഞാൻ ക്ലോയി അടിച്ചത്. ഒരു സ്ഥലത്ത് വെക്കുവോ,
ഒരു ദിവസം അവന് ബർബറി അവിടെ കിടക്കും, മറ്റേ ദിവസം ബർബറി എവിടെ. ബർബറി നീ വേറെ ആർക്കെങ്കിലും ആയിരിക്കും കൊടുത്തെന്ന്. ഗൈസ്, ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഗിഫ്റ്റ് ആയിട്ട് മമ്മിക്ക് ബർബറിയുടെ എനിക്ക് പോലും ഇല്ലാത്ത ബർബറിയുടെ ഒരു പെർഫ്യൂം മേടിച്ച് കൊടുത്തു. കാരണം 6-7 മാസം കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ, നീ എനിക്ക് പണ്ടൊരു MKയുടെ മാത്രമേ മേടിച്ചു തന്നു, മൈക്കിൾ കോഴ്സ് മാത്രമേ മേടിച്ചു തന്നിട്ടുള്ളൂ, എനിക്കൊന്നും മേടിച്ചു തന്നിട്ടില്ല, വേറെ ആർക്കെങ്കിലും ആയിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം ഈ വൃത്തികെട്ട സ്ത്രീ എനിക്കെന്തോ തലേ തേക്കുന്ന എണ്ണയെ മേടിച്ചു തന്നത്. അത് സൈഡ് ഗിഫ്റ്റ്, ഇതായിരുന്നു മെയിൻ ഗിഫ്റ്റ്. എന്നിട്ട് അത് കൊണ്ടേ കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ വേറെ ആർക്കെങ്കിലും കൊടുത്തായിരിക്കും, ഞാൻ ഇവിടെയൊക്കെ തപ്പിയിട്ട് കിട്ടിയില്ലെന്ന്. അടുത്ത ക്രിസ്മസ് ആവാറായപ്പോഴത്തേനും എവിടേക്ക് കിട്ടിയിടീ, എനിക്ക് ഇത്തിരി സന്തോഷമായി കേട്ടോ. 1 വർഷം മുന്ന് തന്ന ഗിഫ്റ്റ് ആർക്കാണ്ടോ ഒക്കെ എക്സ്ട്രാ സാധനമാക്കി ഇനി അടുത്ത വർഷം ആർക്കെങ്കിലും റീഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് വെച്ച കൂടിനകത്ത് കണ്ടുപിടിച്ച്. എന്തെങ്കിലും കൾച്ചറും സ്റ്റാൻഡേർഡും ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുമോ ഒരു മനുഷ്യനോട്? കണ്ടുപിടിച്ചില്ലേ, വാടാ കൊച്ചേ പോകാൻ. ഇതിന് ഫൈനൽസ് ആളെ, അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാം. മാത്തുപരീക്ഷയ്ക്ക് വേണ്ടി പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ഗെസ് വലുതായി കഴിയുമ്പോഴാണ് പാരൻസും പിള്ളേരും ഒക്കെ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ എം എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ പാരൻസ് നൗ. ആൻഡ് ഐ വാസ് ഓൾവേസ് ക്ലോസ് ടു മൈ ഡാഡ് ആൻഡ് സ്റ്റഫ്. പക്ഷേ ഇപ്പം ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ഔട്ട് വിത്ത് എ ഫ്രണ്ട് ആൻഡ് ഇറ്റ്സ് നൈസ്. ഐ തിങ്ക് ഞാൻ അഡൾട്ടായി ആൻഡ് എൻ്റെ ലൈഫ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർക്ക് they've accepted it and they're happy. They're proud of who I've become, and I think I'm making them proud, and that is kind of an emotional thing for me. ഇപ്പം ഞാൻ വലുതായി, നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ശമ്പളമുണ്ട്, അപ്പം മൈക്കിളിനൊക്കെ ഒരു നല്ല സാധനം മേടിച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെയൊക്കെ സമയത്തൊന്നും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ബ്രാൻഡൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് അവനൊരു നല്ല സാധനം കണ്ട, അവനൊരു സാധനം വേണം എന്ന് പറഞ്ഞാൽ, അവനങ്ങനെ പറയത്തില്ല, അവന് വേണമെന്ന് പറഞ്ഞാൽ ഐ can afford to get him it. And I feel like ഞാൻ വലുതായി കഴിഞ്ഞിട്ട് these past few years have been very emotional for me in a good way. It's always happy tears, and I'm really happy. I'm really happy about today. അവരെല്ലാവരും ഇപ്പം ഇറങ്ങിയുള്ളൂ. മൈക്കിളിൻ്റെ ഫൈനൽസ് നാളെ, അപ്പം വീട്ടിൽ പോയിരുന്ന് പഠിക്കണം അവന്. പക്ഷേ this was amazing. I wish Clement was here too. Clement പാട്ട് പ്രാക്ടീസ് ആയതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. പക്ഷെ അവന് പൊതിഞ്ഞ് കെട്ടിക്കൊടുത്ത് വിട്ടിട്ടുണ്ട്. It was nice, and I recommend this. നിങ്ങൾ ഫാമിലി ആയിട്ടല്ല നിൽക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ജോലി അടുത്തായതുകൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലാറ്റ് എടുത്ത് വേറെ ഫ്ലാറ്റിൽ നിൽക്കുന്നത്. ആൻഡ് ഫോർ മീ I recommend this. Once people get older, അവരെപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നത്. But I think I'm the happiest when I'm with my mom and my little brother, and it's just kind of like, അല്ലെങ്കിൽ with my dad. നാട്ടിൽ ചെല്ലുമ്പോൾ പപ്പയുടെ വ്ളോഗ്സ് ഇടാട്ടോ. It's home is home, wherever they are is home for me. സോ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ അമ്മയായിട്ടോ അനിയനൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു ചെറിയ ഫുഡൊക്കെ കഴിക്കാൻ പോകും, കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരം ഒക്കെ പറ, എന്തെങ്കിലും നമ്മൾ കഴിയാവുന്ന ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുക്കുക. ഐ തിങ്ക് ഇറ്റ് മേക്സ് ദം ഹാപ്പി ആൻഡ് ഇറ്റ് വുഡ് മേക്ക് യു ഹാപ്പി ടു. But on a good note, so that was another vlog of mine. ഒന്നും ഇങ്ങനെ വ്ളോഗ് എന്നെ കൂടെ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ടാണ്. ഇനി എനിക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളപ്പം വ്ളോഗ് ഇടാം. സോ സബ്സ്ക്രൈബ്, ലൈക്ക്, share, and love you guys so much. Uma.